അങ്ങനെ ഒരു ദിവസം വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും ജോലിക്കും പഠിക്കാനും ഒക്കെ പോവുകയാണ്. ആ സമയത്ത് നിധിയും ഭാസ്കരനും മാത്രമാണ് ആ വീട്ടിൽ ഉള്ളത്. നിധിയെ കണ്ട ഉടനെ ഭാസ്കരൻ തിരിഞ്ഞ് മറ്റൊരു വശത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നിധിക്ക് വല്ലാത്ത സങ്കടമാവുകയാണ്. എന്നിട്ട് നിധി ഓടി വന്ന് പറയുന്നുണ്ട്, അച്ഛാ എന്താ അച്ഛാ എന്നെ കാണുമ്പോൾ അച്ഛൻ മിണ്ടാതെ നടക്കുന്നത്? ഇവിടെ മറ്റാരും ഇല്ലല്ലോ, അച്ഛൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കെ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ എന്തിനാ കുട്ടി ഇവിടെ ഇരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരേ പ്രായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. ഇതിപ്പോ ഈ വയസ്സായ ഞാൻ നിന്നോട് എന്ത് സംസാരിക്കാനാ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛാ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അച്ഛന് പറഞ്ഞുകൊണ്ടിരുന്നൂടെ എന്ന്. വീണ്ടും നിധി പറയുന്നതൊന്നും മൈൻഡാക്കാതെ ഭാസ്കരൻ ഒരു ബീഡി എടുത്ത് വലിക്കാൻ പോവുകയാണ്. ആ സമയത്ത് നിധി നോക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അതിനെ അങ്ങ് താഴേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, നിന്നെ കണ്ട് ഭയന്നിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ബീഡി താഴേക്ക് വെച്ചത്, അങ്ങ് എനിക്ക് വേണ്ടാന്ന് തോന്നി അത്ര തന്നെ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായ അച്ഛാ, എന്നെ കണ്ടിട്ട് ഭയന്നല്ല അച്ഛൻ ബീഡി താഴേക്ക് വെച്ചത് എന്ന്. അച്ഛന് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞൂടെ? അച്ഛൻ പണ്ടൊരിക്കൽ അമ്മയുടെ കഥയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരോ വന്നതിനെ തുടർന്ന് അച്ഛൻ നിർത്തിയല്ലോ, ആ കഥ അച്ഛൻ പറയച്ചാ കേൾക്കട്ടെ. എങ്ങനെയാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള വിവാഹം നടന്നതെന്നും അച്ഛൻ്റെ സഹോദരി ലളിത ആൻറ്റിയുമായിട്ട് എങ്ങനെയാണ് അച്ഛൻ പിണക്കത്തിലായത് എന്നും ഇപ്പോഴും അവർ സഹകരിക്കുമായിരുന്നെങ്കിൽ ഈ വീട് എന്നേ നമുക്ക് നന്നായിട്ട് പണിയാമായിരുന്നു. ഇതിപ്പോൾ അച്ഛന് ഇത്രത്തോളം ദേഷ്യം വരാൻ വേണ്ടിയിട്ട് എന്താണ് അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്? എനിക്കറിയാം അവർ കാരണമാണ് അച്ഛൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ നഷ്ടം സംഭവിച്ചത് എന്ന്. അച്ഛൻ പറയച്ചാ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, ഒന്ന് പോ നിധി, ഞാനൊന്ന് മിണ്ടാതിരിക്കട്ടെ, എനിക്കതൊന്ന് ഓർക്കാൻ കൂടെ വയ്യ എന്ന്. പക്ഷേ എന്നിട്ടും നിധി നിർബന്ധിക്കുന്നത് കൊണ്ട് ഭാസ്കരൻ കഥ പറയുകയാണ്. ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, അതായത് നിൻ്റെ സുകേഷിൻ്റെയും സുഭാഷ് ചേട്ടൻ്റെയും അമ്മയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു. ഞാൻ അവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിൻ്റെ അന്നു മുതൽ ലളിതയ്ക്കും ലളിതയുടെ ഭർത്താവിനും ഈ ഒരു ബന്ധത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചു. അവൾ എന്നെ വിശ്വസിച്ചാണ് ഇറങ്ങി വന്നത്. ഞാൻ അവളെ പൊന്നുപോലെ തന്നെ നോക്കി. അന്ന് ലളിതയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവൻ നാട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് സുഭാഷിൻ്റെ അമ്മയെ കാണാനിടയുണ്ടായി. അവളാണെങ്കിൽ സുഭാഷിനെയും സുകേഷിനും പോലെ തന്നെയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ആ ഭംഗി തന്നെയാണ് എൻ്റെ 4 ആൺമക്കൾക്കും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവൻ നാട്ടിൽ വന്നതിനെ തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല സ്നേഹത്തിലായതുകൊണ്ട് മറ്റ് വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ തോന്നിയില്ല. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അവളോട് മോശമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ അവളുടെ ദേഹത്ത് പോലും അവൻ കൈവയ്ക്കുമായിരുന്നു. അന്ന് അവൾ എന്നോട് 1-2 പ്രാവശ്യം അത് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനത് വലിയ കാര്യമാക്കി എടുത്തതുമില്ല. വീണ്ടും ഇത് 1-2 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത് എങ്ങനെയെങ്കിലും അയാളോട് പറഞ്ഞ് ഒന്ന് വിലക്കണമെന്ന്. ആ സമയത്ത് ഞാനാണ് അവളോട് പറഞ്ഞത്, നീ അയാൾ വരുമ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഇടപഴകാൻ പോകണ്ട. ഇതിങ്ങനെ ലളിത അറിയുകയാണെങ്കിൽ അവൾക്ക് മോക്കും വലിയ വിഷമമാവും. അതുകൊണ്ട് ഇനി നമ്മളായിട്ട് അങ്ങൊരു പ്രശ്നത്തിൽ പോകണ്ട എന്ന്. അങ്ങനെ അവളത് സമ്മതിക്കുകയും അതിനെ തുടർന്ന് വലുതായിട്ട് അയാളോട് സംസാരിക്കാനോ മുഖം കൊടുക്കാനോ ഒന്നും അവൾ പോകാറില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ദൂരെ എവിടെയോ പണിക്ക് പോയിട്ട് വരുമ്പോഴാണ് അവൻ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് ഞാൻ കാണുന്നത്. ആ സമയത്ത് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ അവൾ തലയിടിച്ച് രക്തം വാർന്ന് തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവളെ എന്തോ ചെയ്യാൻ വന്നപ്പോൾ അവൾ തടഞ്ഞതിനെ തുടർന്ന് അവൻ എന്തോ തള്ളിയതോ എന്തോ ആയിരിക്കണം, അവളുടെ തല പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. ആ കിടക്കയിൽ വെച്ച് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാസ്കരേട്ടാ ഞാൻ പോകുന്നു, എൻ്റെ മക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. അങ്ങനെ അവൾ മരിക്കുകയാണുണ്ടായത്. പക്ഷേ പോലീസുകാർ വന്ന സമയത്ത് ഞാൻ മാത്രമാണ് ആ റൂമിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും നാട്ടുകാരും ഓടിക്കൂടി. എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാനാണ് അവളെ തലക്കടിച്ച് കൊന്നത് എന്ന്. പക്ഷേ എനിക്കൊരക്ഷരം തിരിച്ചു പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാനപ്പോൾ എൻ്റെ ലളിതയെ പറ്റിയും മോളെ പറ്റിയും മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഇനി അവൻ അകത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ലളിതയ്ക്കും മോൾക്കും അവൻ ഇല്ലാതാകും. പക്ഷേ ഞാൻ ഇനി എന്തിനു ജീവിക്കണം? ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ ഭാര്യ, എൻ്റെ മക്കളുടെ അമ്മ എന്നെ വിട്ടുപോയി. ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ പോലീസ് വന്ന് ചോദിച്ച സമയത്ത് ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയത് എന്ന്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. അവളുടെ കണ്ണ് നിറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഇടയിൽ അച്ഛനല്ലേ അമ്മയെ കൊന്നത് എന്നുള്ള പേര് വന്നത്. പക്ഷേ അവരിപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ നല്ലവരായിട്ട് ജീവിക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ പറയണ്ടായിരുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു അച്ഛാ.
ആ സമയത്ത് വീണ്ടും ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവളില്ലാത്ത ലോകത്ത് ഞാൻ എന്തിനു ജീവിക്കണം എന്നാലോചിച്ചിട്ട്. പിന്നെ എൻ്റെ മക്കൾ, അവർ 4 ആൺമക്കളാണല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു. അവരെങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ജയിലിലേക്ക് പോയത്. അപ്പോൾ ഇതെല്ലാം അച്ഛൻ എന്തുകൊണ്ടാണ് ഇനിയെങ്കിലും ലളിത ആൻറ്റിയോട് തുറന്നു പറയാത്തത്? അവരുടെ ഭർത്താവ് കാരണമാണ് അച്ഛൻ ജയിലിലായതെന്നും അവിടെ അച്ഛൻ്റെ മക്കൾക്ക് അമ്മയില്ലാതായത് അവരുടെ ഭർത്താവ് കാരണമാണെന്ന്. എന്നിട്ട് അവരല്ലേ അച്ഛനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അച്ഛൻ ചെയ്ത ത്യാഗമൊന്നും അവരറിയാതെ പോയല്ലോ അച്ഛ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല മോളെ, ഞാൻ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ഇനി എന്താണ്? ഇനി ഈശ്വരൻ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണം എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി വീണ്ടും പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഇത് സുകന്യയും ലളിത ആൻറ്റിയും എന്തായാലും അറിയണം. അവരറിഞ്ഞ് അച്ഛനോട് വന്ന് മാപ്പ് പറയണം, അച്ഛൻ്റെ കാലിൽ വീഴണം. അച്ഛൻ്റെ ആ ഒരു കരുണ കാരണമാണ് അവരിന്ന് സുഖമായിട്ട് ജീവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ സുകന്യയും ഇവിടെ സുഭാഷ് ഏട്ടനും തമ്മിലുള്ള വിവാഹവും നടക്കുമല്ലോ അച്ഛ എന്നൊക്കെ. പക്ഷേ ഭാസ്കരൻ വീണ്ടും ഇത് നിധിയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ലളിതയും മോളും അറിയരുത്. അവർക്കതറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ നിധി മനസ്സിൽ അപ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇത് സുകന്യയും ലളിത ആൻറ്റിയെയും അറിയിക്കണം. ഇതവർ അറിഞ്ഞു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടനും സുകന്യയുമായിട്ടുള്ള കല്യാണം നടക്കും. അച്ഛനോട് അവർ വന്ന് മാപ്പ് പറയും. അവരുടെ ഭർത്താവ് കാരണമാണ് ഇവിടുത്തെ അമ്മ മരണപ്പെട്ടതെന്നും അച്ഛൻ അന്ന് കാണിച്ച കരുണ കാരണമാണ് അവരിന്നും സുഖമായിട്ട് അവരുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത് എന്നും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സുകന്യയും ലളിതയും അമ്പലത്തിൽ പോകുന്ന വഴിക്ക് തന്നെ നിധിയെ കാണുന്നുണ്ട്. നിധിയെ കാണുന്ന ഉടനെ തന്നെ ലളിത സുകന്യയെ വലിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. നീ അങ്ങോട്ട് നോക്കരുത്, അവളോടൊപ്പം നീ പോകരുത് എന്നൊക്കെ ഇങ്ങനെ ലളിത പറയുന്നുണ്ട്. അമ്പലത്തിൽ കയറിയതിന് ശേഷം ലളിത അടുത്തേക്ക് വരുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്തിനാ ആൻറ്റി ഇങ്ങനെ അവളെ കയ്യിൽ വലിച്ചുകൊണ്ട് പോകുന്നത്? ഞാനിനി അവളെ മനസ്സ് മാറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണോ? അവളുടെ മനസ്സിൽ സുഭാഷ് ഏട്ടനുണ്ടെങ്കിൽ എന്നെങ്കിലും അവർ തമ്മിലുള്ള വിവാഹം നടക്കും ആൻറ്റി. അതിനി ആൻറ്റി എത്ര തന്നെ തടഞ്ഞിരുന്നാലും. പക്ഷേ ആൻറ്റി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭർത്താവില്ലേ, നിങ്ങളുടെ ഭർത്താവ് കാരണമാണ് സുഭാഷ് ഏട്ടനും സുകേഷിനും ഒക്കെ അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത്. ഇന്ന് കേൾക്കുമ്പോൾ അവരങ്ങ് വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുന്നു, എൻ്റെ ഭർത്താവ് കാരണമോ? അത് നിൻ്റെ സുഭാഷിൻ്റെ അച്ഛൻ കാരണമാണ്. അവനാ കൊന്നത് കളഞ്ഞത്. അവൻ്റെ ഭാര്യയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അവരെ കൊന്നു കളഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ആൻറ്റി അറിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നുവെന്നും അന്നു മുതലേ ആൻറ്റിയുടെ ഭർത്താവിന് അവരോട് ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നുവെന്നും അങ്ങനെ പലതവണ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും ഒക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു. അന്ന് നിങ്ങളെ ആരെയും അറിയിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷമമാവും എന്ന് കരുതിയിട്ട് ഭാസ്കരൻ അങ്കിൾ ഇത് ആരോടും പറഞ്ഞില്ല. ഭാര്യയോട് പറഞ്ഞു, ഇനി നീ ശ്രദ്ധിക്കണം, ഇനി അവൻ വരുമ്പോൾ ഇങ്ങോട്ട് കയറ്റണ്ട എന്ന്. ഒരു ദിവസം സുഭാഷ് ഏട്ടൻ്റെ അച്ഛൻ പുറത്തെവിടെയോ ദൂരെ ജോലിക്ക് പോയിരുന്ന സമയത്താണ് ഇവിടുത്തെ അങ്കിള് വീട്ടിലേക്ക് കയറി വരുന്നത്. അന്ന് ആൻറ്റിയെ ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ആൻറ്റി എതിർക്കുകയുണ്ടായിരുന്നു. അങ്ങനെ അവരെ തള്ളിയിടുകയും അവരുടെ തലയിടിച്ച് ഒരുപാട് രക്തം വാർന്നുമാണ് ആൻറ്റി എന്ന് മരിക്കുന്നത്. അതായത് സുഭാഷ് ഏട്ടൻ്റെ അമ്മ മരിക്കുന്നത്. പക്ഷേ അന്ന് അച്ഛൻ ആ ഒരു കുറ്റം ഏറ്റെടുത്തു. അത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അന്ന് നിങ്ങളുടെ ഭർത്താവ് ജയിലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളും സുകന്യയൊക്കെ അനാഥരാകുമെന്ന് കരുതി, നിങ്ങൾക്ക് മറ്റാരും തുണയില്ലാതാകും എന്ന് കരുതിയിട്ട് പോലീസ് വന്ന സമയത്ത് അച്ഛൻ ആ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തു. പക്ഷേ ഇപ്പോഴും കുറ്റക്കാരനായ നിങ്ങളുടെ ഭർത്താവ് എന്ത് സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്കാണെങ്കിലോ ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി, ആ അച്ഛന് ഭാര്യയില്ലാതായി. എന്നിട്ട് ഈ വീട് കിടക്കുന്നതോ ഏതോ പ്രേതാലയം പോലെ. അത് നിങ്ങൾ കാരണം, നിങ്ങൾ ഈ സ്വത്ത് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതിനെ തുടർന്ന് അവർക്ക് ഇവിടെ നന്നാക്കാനോ ഒന്നിനും കഴിയുന്നില്ല. ഇപ്പോഴും അവർ കിടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ ഇത്ര സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഇതെല്ലാം അച്ഛൻ്റെ നല്ല മനസ്സ് കാരണമാണ് ആൻറ്റി. ആൻറ്റി ഇത് അറിയാതെ പോകരുത്. അച്ഛൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരിക്കലും സുകന്യയും ലളിതയും അറിയരുത്, അവർക്കത് താങ്ങാൻ കഴിയില്ല എന്ന്. പക്ഷേ അച്ഛൻ്റെ ആ ഒരു നിരപരാധിത്വം എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ലളിത ഓടി ഭാസ്കരനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഓടി ചെന്ന് ഭാസ്കരൻ്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ച് ലളിത പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഇതൊന്നും അറിയാതെ പോയല്ലോ ഏട്ടാ. എൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ ഒരു ത്യാഗമൊന്നും ഞാൻ ഇത്രയും കാലം അറിഞ്ഞിരുന്നില്ല. അയാളാണോ ഏട്ടാ എൻ്റെ ഏട്ടത്തി അമ്മയെ കൊന്നത്?
ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അന്ന് ഏട്ടൻ ആ ഒരു സത്യം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അയാളോടൊപ്പം, ആ ഒരു ദുഷ്ടനോടൊപ്പം ഞാൻ ജീവിക്കുമായിരുന്നില്ല ഏട്ടാ. അയാൾ ഇത്രയും വൃത്തികെട്ടവനായിരുന്നല്ലോ ഏട്ടാ. എന്നിട്ട് ഞാൻ അയാളുടെ കൂടെയാണല്ലോ കഴിഞ്ഞ ഇത്രയും വർഷം താമസിച്ചത്. എൻ്റെ മോൾക്ക് ഒരച്ഛനെന്ന് അത്രയും അഭിമാനത്തോടു കൂടിയാണ് അവളോട് പറഞ്ഞിരുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ആയിരുന്നല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത് എന്ന്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, പോട്ടെ പോട്ടെ ലളിതേ, ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. നിന്റെ ജീവിതം അന്ന് സുരക്ഷിതമായിരിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. എന്തായാലും അവൾ പോയി. ഇനി ഞാൻ എന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് അവനെ ജയിലിലേക്ക് അയക്കാതെ ഞാൻ തന്നെ കുറ്റം സമ്മതിച്ച് ജയിലിലേക്ക് പോയത്. ഇനി എന്തായാലും ആ കാര്യങ്ങളൊക്കെ മറന്നേക്കൂ. ഞാൻ ആ കാര്യങ്ങൾ എന്നേ മറന്നു കഴിഞ്ഞു. പക്ഷേ അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോടുള്ള പക ഇങ്ങനെ എരിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എന്തെങ്കിലും അവനോട് പ്രതികാരം ചെയ്യും. നിന്നെയും മകളെയും ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അവരെ വെറുതെ വിടുന്നത്. ആ സമയത്ത് ലളിത പറയുന്നുണ്ട്, ഏട്ടാ ഇനി അയാളെ ഒരിക്കലും വെറുതെ വിടണ്ട ഏട്ടാ. ഇത്രയും നാളും ഏട്ടനല്ലേ ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ചിവിടെ ജീവിച്ചിരുന്നത്. ഇനി അയാൾ കുറച്ച് അനുഭവിക്കട്ടെ. എന്തായാലും ഇനി സുഭാഷിൻ്റെയും സുകന്യയുടെയും വിവാഹം നമുക്ക് നടത്തണം. ഈ വീട് നമുക്ക് കുറേ കൂടെ നല്ലതാക്കണം ഏട്ടാ. അതിന് ഇനി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. ഇനി ഏട്ടൻ്റെ ഒപ്പം ഈ അനിയത്തി കൂടെ ഉണ്ടാവുമെന്ന്. ആ സമയത്ത് ഭാസ്കരനും വലിയ സന്തോഷമാവുകയാണ്. ഇത്രയും നാളും ഒരു ശത്രുവിനെ പോലെ കണ്ട സ്വന്തം സഹോദരി ഇന്ന് ജീവന തുല്യം സ്വന്തം ചേട്ടനെ സ്നേഹിക്കുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ അയാൾ വലിയ സന്തോഷത്തിലാവുകയാണ്. അതിന് കാരണക്കാരി നിധിയും. അങ്ങനെ നിധിയോടും അയാൾക്ക് മകളോട് എന്ന പോലെയുള്ള സ്നേഹമാവുകയാണ്. ലളിതയാണെങ്കിലോ അവളുടെ ഭർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങളായിരുന്നു അല്ലേ എൻ്റെ ഏട്ടത്തി അമ്മയെ കൊന്നത്? നിങ്ങളൊരു ദുഷ്ടനായിരുന്നു അല്ലേ? നിങ്ങളോടൊപ്പമാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഇനി മേലാൽ എൻ്റെ ഭർത്താവെന്നോ എൻ്റെ മകളുടെ അച്ഛനെന്നോ എന്നൊരു പേരും പറഞ്ഞ് ഈ വീട്ടിലേക്ക് നിങ്ങൾ വരരുത്. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. എൻ്റെ കൺമുമ്പിലേക്ക് ഇനി വന്നേക്കരുത് എന്ന് പറഞ്ഞ് ലളിത അയാളെ ആട്ടിപ്പായിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അയാൾ പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ലളിതേ, എന്നോട് ക്ഷമിക്കൂ എന്ന്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് ഇത്രയും നാളും കള്ളനെ പോലെ ഇവിടെ ജീവിച്ചിട്ട് നിങ്ങളോട് ഞാൻ ക്ഷമിക്കാനോ? ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല. ഇനി എനിക്ക് എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ മക്കളും മാത്രം മതി. അങ്ങനെ ഭാസ്കരനും തൻ്റെ സ്വന്തം സഹോദരിയുമായിട്ട് ഉള്ള പിണക്കങ്ങളെല്ലാം മാറി അവർ ഒരുമിക്കുകയാണ്. ആ സമയത്താണ് ബാക്കി മക്കൾക്കെല്ലാം മനസ്സിലാവുന്നത് തൻ്റെ അച്ഛനൊരു നിരപരാധിയായിരുന്നുവെന്നും തൻ്റെ അമ്മയെ കൊന്നുകളഞ്ഞത് അച്ഛനല്ല എന്നും. അങ്ങനെ ഈ സത്യം മനസ്സിലാക്കുന്ന മക്കളെല്ലാവരും ഭാസ്കറിൻ്റെ അടുത്തേക്ക് വന്ന് ഭാസ്കറിനോട് മാപ്പ് പറയുന്നുണ്ട്. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കൂ അച്ഛാ. ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് അമ്മയെ കൊന്നത് അച്ഛനാണ് എന്നാണ്. പക്ഷെ അച്ഛൻ ഇത്രയും നാളും എന്തുകൊണ്ട് ഈ സത്യം പുറത്തു പറഞ്ഞില്ല? ചെയ്യാത്ത തെറ്റിന് അച്ഛന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ? ഞങ്ങൾ എല്ലാവരും അച്ഛനെ ഒരുപാട് തവണ കുറ്റപ്പെടുത്തി. അപ്പോലും അച്ഛൻ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ അച്ഛ. അങ്ങനെ എല്ലാവരും ഭാസ്കറിന് ചുറ്റും നിന്ന് ചെയ്ത തെറ്റിന് ഇത്രയും നാളും അച്ഛനെ ദ്രോഹിച്ചതിനും ഓരോ കുത്തുവാക്ക് പറഞ്ഞതിലും എല്ലാത്തിനും കൂടെ മാപ്പ് പറയുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, പോട്ടെ, നിങ്ങളതൊക്കെ അറിയാതെ ചെയ്തതല്ലേ, ഈ അച്ഛൻ അതിലൊന്നും വിഷമമില്ല മക്കളെ എന്ന്. അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.